ഹായ്, നിങ്ങൾ നേഴ്സിംഗ് അഡ്മിഷൻ നോക്കുന്നവരാണല്ലേ? നിങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണല്ലേ? ബാംഗ്ലൂരിലെ ഏതാണ് ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജ് എന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ നിങ്ങളുടെ എല്ലാ കൺഫ്യൂഷൻസും മാറും, എല്ലാ സംശയങ്ങളും മാറും. ഓക്കെ, നമ്മൾ മെഡിക്കൽ കോളേജസ് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്തുകൊണ്ട് മെഡിക്കൽ കോളേജസ് ചൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രിഫർ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ നമുക്ക് അവിടുന്ന് ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്ലിനിക്കൽ പ്രാക്ടീസും നമുക്ക് ഇവിടുന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ INC-യുടെ പ്രശ്നങ്ങൾ, ഓരോ വർഷവും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന INC-യുടെ പ്രശ്നങ്ങൾ മെഡിക്കൽ കോളേജസിൽ നമുക്ക് അതങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അവിടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ നല്ല രീതിയിൽ തന്നെ എല്ലാ വർഷവും കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ INC ഒരിക്കലും ബ്രേക്ക് ആവാനുള്ള ചാൻസസ് മെഡിക്കൽ കോളേജസിനില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് നമ്മുടെ നേഴ്സിംഗ് പഠനം നമുക്ക് മെഡിക്കൽ കോളേജസിൽ പൂർത്തിയാക്കാൻ കഴിയും. ഓക്കെ, അപ്പം മെഡിക്കൽ കോളേജസ് ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് ബാംഗ്ലൂരിൽ ഒട്ടനവധി മെഡിക്കൽ കോളേജസ് ഉണ്ട്. അതിൽ ഏതാണ് ബെസ്റ്റ്, നമുക്ക് അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം ഫീസ് ആവുന്നുണ്ട് ഓരോ കോളേജസിലും എന്നുള്ളൊക്കെ സംശയങ്ങൾ നമുക്ക് 1 by 1 ആയിട്ട് ഓരോ കോളേജസ് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ അറിയാമല്ലോ, കർണാടക KE എൻട്രൻസിന്റെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കും നമുക്ക് അഡ്മിഷൻസ് കാര്യങ്ങളൊക്കെ ലഭിക്കുക എന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ എൻട്രൻസ് എഴുതിയവർക്കും എഴുതാത്തവർക്കും ഒക്കെ ലാസ്റ്റ് ടൈമിൽ അഡ്മിഷൻസ് എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഈ വർഷം ഏകദേശം ആ ഒരു രീതി പിന്തുടരുമെന്ന് നമുക്ക് വിശ്വസിക്കാം, കൺഫേം അല്ല. അപ്പം എല്ലാവരും എൻട്രൻസ് എക്സാം ഒക്കെ കൃത്യമായിട്ട് എഴുതിയവരാവട്ടെ എഴുതാത്തവരാവട്ടെ, നിങ്ങൾക്ക് എന്തായാലും അതിനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. ഇപ്പൊ എഴുതാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പരിഹാരമായിട്ട് എന്തെങ്കിലും ഒരു ഓപ്ഷൻസ് ഗവൺമെന്റ് നിങ്ങൾക്ക് തരും. ഓക്കെ, അപ്പോൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. ബാംഗ്ലൂരിലെ കർണാടകത്തിൽ നമുക്ക് മംഗലാപുരത്തെയും മൈസൂരിലെയും നമ്മൾ മെഡിക്കൽ കോളേജിന്റെ ഒരു വീഡിയോ നമ്മൾ തൊട്ട് പുറകെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ നമുക്ക് ബാംഗ്ലൂരിലെ മെഡിക്കൽ കോളേജസ് ഏതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്, അവിടെ നമുക്ക് എങ്ങനെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ പഠിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് മെഡിക്കൽ കോളേജസ് ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. നമുക്ക് ഒന്നാമതായിട്ട് BGS ഗ്ലോബൽ മെഡിക്കൽ കോളേജ് നമുക്ക് നോക്കാം. നമുക്ക് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി അണ്ടറിലാണ് വരുന്നത്. KE എൻട്രൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അഡ്മിഷൻസ് എന്ന് പറയുന്നുണ്ട്. അല്ലാതെ നമുക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഏകദേശം 12 ലക്ഷം രൂപ റേഞ്ച്, 11-12 ലക്ഷം രൂപ റേഞ്ചിലായിരിക്കും ഫീസ് അവിടെ വരിക. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് കിംസ് മെഡിക്കൽ കോളേജിനെ പറ്റി നോക്കാം. കിംസ് മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ ഏകദേശം 1200 ബെഡഡ് ഹോസ്പിറ്റലിൽ വരുന്ന ഒരു ക്യാമ്പസ് ആണ്. നമ്മുടെ ഗവൺമെന്റിന്റെയും കൂടെ കൊളാബറേഷനിലാണ് ഈ കോളേജ് റൺ ചെയ്യുന്നത്. ഏകദേശം ഒരു 11-12 റേഞ്ചിൽ തന്നെ ആയിരിക്കും ഇവിടെയും നമുക്ക് ഫീസ് പ്രതീക്ഷിക്കാനാവുന്നത്, ഫുൾ പാക്കേജ് ആയിട്ട്. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് പറയാൻ പറ്റുന്ന കോളേജാണ് ഈസ്റ്റ് പോയിന്റ് മെഡിക്കൽ കോളേജ്. ഈസ്റ്റ് പോയിന്റ് മെഡിക്കൽ കോളേജ് നമുക്ക് ഏകദേശം ഒരു രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി സെന്റർ തന്നെയാണ് ക്യാമ്പസ് വരുന്നത്. ഏകദേശം ഒരു 11 ലക്ഷം റേഞ്ചിലായിരിക്കും നമുക്ക് ഫീസ് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. ഓക്കെ, പാക്കേജ് ആണ്, ഹോസ്റ്റൽ ഫുഡും കൂടെ ഇൻക്ലൂഡ് ആയിട്ട് ഏകദേശം ഒരു 11 ലക്ഷം റേഞ്ചിലായിരിക്കും നമുക്ക് ഫീസ് പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് അടുത്തായിട്ട് പറയാൻ പറ്റുന്ന ഒരു കോളേജാണ് രാജരാജേശ്വരി മെഡിക്കൽ കോളേജ്. ഏകദേശം 1300 ബെഡഡ് ഹോസ്പിറ്റൽ വരുന്ന ക്യാമ്പസ് ആണ് രാജരാജേശ്വരി മെഡിക്കൽ കോളേജ്. അതേപോലെ തന്നെ ഏകദേശം 11 ലക്ഷം രൂപ 12 ലക്ഷം രൂപ റേഞ്ചിലൊക്കെ ആയിരിക്കും നമുക്ക് ഒരു ഫീസ് പാക്കേജ് വരിക. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി അണ്ടറിൽ തന്നെയാണ് ക്യാമ്പസ് വരുന്നത്. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് പറയാൻ പറ്റുന്നത് രാമയ്യ യൂണിവേഴ്സിറ്റി. രാമയ്യ യൂണിവേഴ്സിറ്റി വരുന്നത് നമുക്ക് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി അണ്ടറിലല്ല, ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ആണ്. നമുക്ക് അവിടെ എങ്ങനെയെന്ന് വെച്ചാൽ അവരുടേതായ തന്നെ എൻട്രൻസ് എക്സാം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഏകദേശം നമുക്ക് ഈയുടെ അണ്ടറിലല്ല, ഈ എക്സാം അല്ല നമുക്ക് വേണ്ട, അവരുടെ തന്നെ എൻട്രൻസ് എക്സാം വരുന്നുണ്ട്. അത് അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് അഡ്മിഷൻ കാര്യങ്ങളെല്ലാം നടക്കുക. ഏകദേശം ഒരു 12-13 ലക്ഷം രൂപ റേഞ്ചിൽ തന്നെയാണ് അവിടെ നമുക്ക് ഫീസ് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. നമുക്ക് പിന്നെ അടുത്തായിട്ട് നോക്കാൻ പറ്റുന്നത് വൈദേഹി മെഡിക്കൽ കോളേജ്. അത്യാവശ്യം നല്ല പേഷ്യന്റ് കൗണ്ടുള്ള ഒരു ക്യാമ്പസ് ആണ് വൈദേഹി. ഏകദേശം 1600ഓളം ബെഡ് വരുന്ന ഹോസ്പിറ്റലുള്ള ക്യാമ്പസ് ആണ് വൈദേഹി. നമ്മുടെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി അണ്ടറിലാണ്. KE എൻട്രൻസ് നിർബന്ധമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് ഇല്ലാതെ സീറ്റ് കിട്ടാൻ ചിലപ്പോൾ ചാൻസസ് ഉണ്ടാവും. ഏകദേശം 10,70,000 മുതൽ അങ്ങോട്ട് ആയിരിക്കത്തില്ല, 12-13 ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഏകദേശം ഈ ഒരു റേഞ്ച് 10-10.5 മുതലൊക്കെ ആയിരിക്കും നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് പാക്കേജ് കിട്ടുക. ഓക്കെ, നമുക്ക് അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളത് സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ഏകദേശം ക്രിസ്ത്യൻ മാനേജ്മെന്റ് അണ്ടറിൽ വരുന്നതാണ്. ഏകദേശം 1400ഓളം സീറ്റുകൾ വരുന്ന ഒരു ക്യാമ്പസ് ആണ്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി അണ്ടറിലാണ് വരുന്നത്. ഏകദേശം ഫീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു 9-10 റേഞ്ച് ഒക്കെ ആയിരിക്കും നമുക്ക്
ഫീസ് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് തുടക്ക സമയങ്ങളിൽ. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഓക്സ്ഫോർഡ് മെഡിക്കൽ കോളേജ്. ഓക്സ്ഫോർഡ് മെഡിക്കൽ കോളേജ് ഏകദേശം 800 ബെഡ് ഹോസ്പിറ്റലിൽ വരുന്ന ക്യാമ്പസ് ആണ് ഓക്സ്ഫോർഡ് മെഡിക്കൽ കോളേജ്. ഓക്സ്ഫോർഡിനകത്ത് 2 ക്യാമ്പസ് തന്നെ ഉണ്ട്. ഓക്സ്ഫോർഡ് മെഡിക്കൽ കോളേജും അതുപോലെ ദി ഓക്സ്ഫോർഡ് മെഡിക്കൽ കോളേജും എന്നുള്ള രീതി 2 രീതിയിലുള്ള ക്യാമ്പസ് ആണ് ക്യാമ്പസിനകത്തുള്ളത്. ഏകദേശം ഫീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഏകദേശം ഒരു 10 ലക്ഷത്തിന് മുതൽ 10,10,75,000 10,10,500 ആ റേഞ്ചിലൊക്കെ ആയിരിക്കും ഫീസ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. പിന്നെ നമുക്ക് വരാനുള്ള ഏറ്റവും ഡിമാൻഡ് ഉള്ള ഒരു ക്യാമ്പസ് ഡോക്ടർ BR അംബേദ്കർ മെഡിക്കൽ കോളേജ്. അംബേദ്കർ മെഡിക്കൽ കോളേജ് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 11 ലക്ഷം ഗവൺമെന്റ് കൊളാബറേഷനിൽ തന്നെ പോകുന്ന ക്യാമ്പസ് ആണ്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി അണ്ടറിലാണ് വരുന്നത്. ഏകദേശം ഒരു 11 ലക്ഷം രൂപ റേഞ്ചിലൊക്കെ ഫീസിൽ നമുക്ക് ആദ്യം തുടക്ക സമയങ്ങളിലൊക്കെ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്ന ഒരു കോളേജാണ്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് സപ്തഗിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, സപ്തഗിരി കോളേജ്. അപ്പൊ നമുക്ക് ഏകദേശം 1000 ബെഡ് ഹോസ്പിറ്റലിൽ വരുന്ന ഒരു ക്യാമ്പസ് ആണ്. അത്യാവശ്യം നല്ല പേഷ്യന്റ് കൗണ്ടൊക്കെ ഉള്ള ക്യാമ്പസ് ആണ്. ഏകദേശം 11 ലക്ഷം രൂപ റേഞ്ചിൽ നമുക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതേപോലെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി അണ്ടർ തന്നെയാണ് ക്യാമ്പസ് വരുന്നത്. പിന്നെ നമുക്ക് സിദ്ധാർത്ഥ മെഡിക്കൽ കോളേജ്, ഏകദേശം ഗേൾസ് ഉള്ള ക്യാമ്പസ് ആണ്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി അണ്ടർ തന്നെയാണ് വരുന്നത്. ഏകദേശം 10 ലക്ഷം 10.5 ലക്ഷം റേഞ്ചിലൊക്കെ നമുക്ക് തുടക്കം ഫീസ് പാക്കേജ് പ്രതീക്ഷിക്കാവുന്ന ക്യാമ്പസ് ആണ്. അതേപോലെ തന്നെ നമുക്ക് ഇനി പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ MVJ മെഡിക്കൽ കോളേജ് 10 ലക്ഷം റേഞ്ചിലായിരിക്കും നമുക്കൊരു ഫീസ് പ്രതീക്ഷിക്കാവുന്ന ഈ വർഷം. ഓക്കെ, നമുക്ക് ഏകദേശം ഒരു 800 ബെഡ് ഹോസ്പിറ്റലുള്ള ക്യാമ്പസ് ആണ്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി അണ്ടറിൽ വരുന്ന ക്യാമ്പസും ആണ്. നമുക്കിപ്പം ഈ മെഡിക്കൽ കോളേജസ് ഒക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഓരോന്നും ഓരോ വ്യത്യാസങ്ങളുണ്ട്. ചില മെഡിക്കൽ കോളേജസ് നല്ല പേഷ്യന്റ് കൗണ്ട് ഉണ്ട്. ചില മെഡിക്കൽ കോളേജസ് നമുക്ക് ഗവൺമെന്റ് കൊളാബറേഷൻ ഉള്ള കോളേജസ് ആണ്. നമുക്ക് എന്നുവെച്ചാൽ നമുക്ക് സീറ്റ് കിട്ടാൻ ഭയങ്കര പ്രയാസമുള്ള മെഡിക്കൽ കോളേജസ് ഉണ്ട്. എന്നാൽ നമുക്ക് ഈസി ആയിട്ട് സീറ്റ് കിട്ടുന്ന മെഡിക്കൽ കോളേജസ് ഉണ്ട്. അത് സീറ്റിന്റെ അവൈലബിലിറ്റി അനുസരിച്ചായിരിക്കും നമ്മുടെ ഫീസിനകത്തൊക്കെ വേരിയേഷൻസ് വരിക. അപ്പൊ നിങ്ങൾ +2 ശേഷം നേഴ്സിംഗ് ആണ് ചൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്യാമ്പസിൽ പഠിക്കണം. നമ്മുടെ കേരളത്തിലെ ഏകദേശം കുട്ടികൾ എന്ന് വെച്ചാൽ നമ്മുടെ LBC ത്രൂ അപേക്ഷിക്കുന്ന കുട്ടികൾക്ക് ഏകദേശം ഒരു 10% കുട്ടികൾക്ക് മാത്രമേ അഡ്മിഷൻ ലഭിക്കുന്നുള്ളൂ. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ നിങ്ങൾക്ക് കേരളത്തിൽ LBS ത്രൂ അഡ്മിഷൻ കിട്ടാൻ ഉള്ള മാർക്ക് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ഏകദേശം 95% ഉള്ള കുട്ടികൾക്കാണ് നമുക്ക് ഏകദേശം 95 ചില സമയങ്ങളിൽ കിട്ടാറില്ല കേരളത്തിൽ. അപ്പൊ ആ ഒരു റേഞ്ചിൽ നമുക്ക് മാർക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷെ അത്രയും മാർക്ക് ഇല്ല, നമുക്ക് അതിൽ കുറവാണ് മാർക്ക്, എന്നാൽ നമുക്ക് നല്ലൊരു കോളേജിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാമിന് ശേഷം തന്നെ നിങ്ങൾ അതിനുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ മൂവ് ചെയ്യുക. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോളേജസ് ഫൈൻഡ് ചെയ്ത്, ഇപ്പോൾ നിങ്ങൾക്ക് കോളേജ് കണ്ടുപിടിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ നമ്മുടെ നമ്പേഴ്സ് വിളിച്ചാൽ തന്നെ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് ഞങ്ങൾക്ക് തരാൻ കഴിയും. അഡ്മിഷന് പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് നമുക്ക് തരാൻ പറ്റും. ഏറ്റവും ബെസ്റ്റ് കോളേജസ് ഏത് തരണം, അവിടുത്തെ അഡ്മിഷൻ പ്രൊസീജിയർ എല്ലാം ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് തരാൻ ഞങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് പറഞ്ഞു, കേരളത്തിൽ കിട്ടാൻ ചാൻസസ് ഇല്ലാത്ത കുട്ടികൾ ഒരു മാക്സിമം എന്തുകൊണ്ട് നേരത്തെ തന്നെ ചെയ്യണമെന്ന് പറയുന്നത് വെച്ചാൽ നമ്മുടെ സീറ്റിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് എന്ത് ചെയ്യും, കോളേജസ് ഫീസിനകത്ത് നല്ല രീതിയിൽ വർധനവ് നടത്തും. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് ഒരുപാട് പൈസ എക്സ്ട്രാ ചിലവാകും, അത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോളേജിൽ നമുക്ക് നേരത്തെ തന്നെ അഡ്മിഷൻ കൺഫേം ചെയ്യാൻ നമുക്ക് സാധിക്കും. അതാണ് നമ്മൾ നേരത്തെ നേഴ്സിംഗിന്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് നേരത്തെ ആക്കണമെന്ന് പറയുന്നതിന്റെ നമുക്ക് ബെനിഫിറ്റ് ആവുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പം നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങളുടെ മാർക്ക് കമ്പയർ ചെയ്യുക, കേരളത്തിൽ കിട്ടാവുന്ന മാർക്കാണോ നോക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ അടുത്ത ഓപ്ഷൻസ് ഫാസ്റ്റ് ആയിട്ട് തന്നെ നോക്കുക. അപ്പോൾ നമ്മളിപ്പോൾ മെഡിക്കൽ കോളേജസ് ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. ഇതൊക്കെയാണ് ബാംഗ്ലൂരിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുക മെഡിക്കൽ കോളേജസ്. അതേപോലെ തന്നെ നമുക്ക് ഡീംഡ് 1-2 മെഡിക്കൽ കോളേജ് കൂടെ വരുന്നുണ്ട്, പെസ് യൂണിവേഴ്സിറ്റി ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് അഡ്മിഷൻസ് ലഭിക്കും. ഡീംഡ് ബി എന്ന് വെച്ചാൽ KA ഇല്ലാതെ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. നമുക്ക് രാമയ്യ യൂണിവേഴ്സിറ്റി നമുക്ക് KA ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ പെസ് യൂണിവേഴ്സിറ്റി നമുക്ക് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ആണ്. അവിടെയും നമുക്ക് KA എൻട്രൻസ് ഇല്ലാണ്ട് തന്നെ അവിടെയും നമുക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. ഏറ്റവും ടോപ്പുള്ള മെഡിക്കൽ കോളേജിൽ ഒന്നാണ് പെസ് യൂണിവേഴ്സിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ മൈസൂരത്തെയും മംഗലാപുരത്തെയും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ കോളേജ് ഏതൊക്കെയാണ് നമ്മളൊരു വീഡിയോ തൊട്ട് പുറകെ തന്നെ ഇടുന്നതായിരിക്കും, അതും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ ഈ കാണുന്ന നമ്പർ വാട്സാപ്പ് അയക്കുക, അല്ലെങ്കിൽ ഒന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും നമ്മൾ മാറ്റി ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ അഡ്മിഷൻ
നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ.